ഇംഗ്ലണ്ടിനെതിരായ എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 244 റൺസിന്റെ ലീഡ്. മൂന്നാം ദിനം അവസാനിച്ചപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എന്ന നിലയിൽ. കരുൺ നായരും KL രാഹുലുമാണ് ക്രീസിൽ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, എഡ്ജ് ബാസ്റ്റണിൽ മുഹമ്മദ് സിറാജിന് മിന്നും പ്രകടനമല്ലേ ഇംഗ്ലീഷ് പടയെ തകർത്ത് ഇന്ത്യക്ക് ലീഡ് സമ്മാനിച്ചത്? തീർച്ചയായും അഖില പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് ലീഡ് സമ്മാനിച്ചത് മുഹമ്മദ് സിറാജിന്റെ മികച്ച ബോളിംഗ് പ്രകടനമാണ്. കാരണം 6 വിക്കറ്റുകളാണ് ഇംഗ്ലീഷ് പടയുടെ ഇന്ന് വീഴ്ത്തിയത്. ഇന്ന് മൂന്നാം ദിനം ഇന്ന് ആരംഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസ് എന്ന നിലയിലായിരുന്നു. തുടരെ 2 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ ആധിപത്യം പുലർത്തിയെങ്കിലും പിന്നീട് നമ്മൾ കണ്ടത് ഹാരി ബ്രൂക്കിന്റെയും ജെയ്മി സ്മിത്തിന്റെയും ഒരു ഇംഗ്ലണ്ടിനെ കരകയറ്റാനുള്ള ശ്രമമാണ്. ഇരുവരും ചേർന്ന് 6ാം വിക്കറ്റിൽ പടുത്തുയർത്തിയത് 300 റൺസിന്റെ കൂട്ടുകെട്ടാണ്. ഒടുക്കം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഹാരി ബ്രൂക്ക് 158 റൺസ് എടുത്ത് പുറത്തായി. ഇരുവരും ചേർന്ന് 300 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് തകർത്തത് ആകാശ് ദീപാണ്. ആകാശ് ദീപ് ഹാരി ബ്രൂക്കിനെ എറിഞ്ഞിട്ടതോടെ പിന്നീട് ഇന്ത്യ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പിന്നീട് സ്മിത്ത് 184 റൺസ് എടുക്കാതെ പുറത്താകാതെ നിന്നു. ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ് 6 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുഹമ്മദ് സിറാജ്, ബ്രൈഡൻ കാസ്, ജോഷ് ടാങ്ക്, അതേപോലെ തന്നെ ഷോയിബ് ബഷീർ എന്നിവരെയും ആദ്യം തന്നെ ജോ റൂട്ടിനെയും ബെൻ സ്റ്റോക്സിനെ ഒക്കെ ഉൾപ്പെടെ വീഴ്ത്തിയാണ് മുഹമ്മദ് സിറാജ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറി മികവിലാണ് ഇന്ത്യ 557 റൺസ് എടുത്ത്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത്. ജയ്സ്വാളും KL രാഹുലും കൂടി 50 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് എടുത്തതിന് ശേഷമാണ് ജയ്സ്വാൾ പുറത്തായത്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. കരുൺ നായരും രാഹുലുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. നിലവിൽ ഇന്ത്യക്ക് 244 റൺസിന്റെ ലീഡ് നിലവിലുണ്ട്. നാളെ കളത്തിലും 4ാം ദിനം ഇറങ്ങുന്നത് ഇന്ത്യ മികച്ചൊരു 400-ന് മുകളിൽ സ്കോർ ലക്ഷ്യമിട്ടായിരിക്കും. പിന്നീട് ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയച്ച് തുടരെ വിക്കറ്റുകൾ വീഴ്ത്തി മത്സരം ജയിക്കാൻ തന്നെയായിരിക്കും നാളെ കളത്തിലിറങ്ങുക. അഖില, ഇംഗ്ലണ്ടിനെതിരായ എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യക്ക് 244 റൺസിന്റെ ലീഡുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.